ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ വാഹന വിപണിയിൽ ചരിത്രം രചിച്ച മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. കോഴഞ്ചേരി കോളേജ് ജംഗ്ഷനിലുള്ള AVJ മോട്ടോഴ്സിൻ്റെ അരീന ഷോറൂമിലാണ് 4th ജനറേഷൻ മാരുതി സ്വിഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കുന്നത്. ഒഫീഷ്യൽ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ വാഹനത്തെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് AVJ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വെൽവിൻ റെക്കോർഡ്സിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്ത മാരുതി സുസുക്കി 2024 മോഡലിൽ, അതായത് 4th ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള 5th ന്യൂ വെഹിക്കിൾ. അതിൻ്റെ ഫീച്ചറുകളെ കുറിച്ചും അതിൻ്റെ പ്രൈസുകളെ കുറിച്ചുമാണ് ഇന്ന് നമുക്ക് എടുത്തു പറയാനുള്ളത്. നമ്മുടെ സ്വിഫ്റ്റ് പുതിയതായിട്ട് വന്നത് റാപ്പ് അറൗണ്ട് ഡിസൈനിലാണ്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു കൂപ്പ് ഡിസൈനാണ്. ആ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എയർ ഫ്ലോ കിട്ടുന്ന ഒരു ഡിസൈനാണ്. ഒപ്പം തന്നെ മാരുതി സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയ 2024 എഡിഷനിൽ അതീവ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് 6 എയർ ബാഗ് ബേസ് വേരിയന്റ് മുതൽ തന്നെ അവൈലബിൾ ആണ്. അതിന്റെ LXI മുതൽ തന്നെ നമുക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഫുൾ ഓപ്ഷൻ വരെ ഒരേപോലെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ പ്രൈസിങ് ആണെങ്കിൽ അൺമാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണ്. നമുക്ക് 689 മുതലാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത്. ഏറ്റവും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൽ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു വെഹിക്കിളും കൂടെയാണ് ഇത്. ഇതിന്റെ ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ സ്വിഫ്റ്റിൽ നിന്ന് ഒട്ടേറെ മാറ്റങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒട്ടേറെ ഫീച്ചറുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. 2005 മുതൽ ഇന്ത്യയിൽ സ്വിഫ്റ്റ് എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ വാഹനം ഇന്നും ഈ 5th ജനറേഷനിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഇതിനെ മാച്ച് ചെയ്യാൻ മറ്റൊരു വെഹിക്കിളും എണ്ണത്തിലായാലും സെയിൽസിലായാലും ഇത് മറ്റൊരു തരത്തിൽ ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോ കൊല്ലവും അപ്ഡേഷനോടുകൂടി വിജയിച്ച് മുന്നേറിയിട്ടുണ്ട്. ഏകദേശം 29 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്ക് ഈ വാഹനത്തിന് ഇപ്പോൾ ഉണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം അതീവ സുരക്ഷയും കൂടെ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇതിനെ ഇത് റോൾ ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന നിലയിൽ സ്വിഫ്റ്റ് ഒരു ഐക്കോണിക്, മാരുതിയുടെ വേർഡിൽ പറഞ്ഞ ദി എപ്പിക്കാണ്, ഒരു ഇതിഹാസം എന്നത് പറയാൻ കാരണം ഒരു വെഹിക്കിൾ പോലും കണ്ടിന്യൂസ് ഈ 2005 മുതൽ ഇപ്പൊ ഈ 2024 വരെ ഒരേ ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റതായിട്ട് ഇന്ത്യയിൽ ഒരു ചരിത്രമില്ല. ആ ചരിത്രം ഉണ്ടെങ്കിൽ അത് മാരുതിക്ക് മാത്രമാണ്, മാരുതി സ്വിഫ്റ്റിനാണ്. അതാണ് ഇതിഹാസം എന്ന് നമ്മൾ അതിനെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് മാരുതി സുസുക്കി 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് AVJ മോട്ടോഴ്സിൻ്റെ കോഴഞ്ചേരിയിലെ ബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.